അശോക ചക്രവർത്തി കേരളപുത്രസ് എന്ന് വിശേഷിപ്പിച്ച, ടോളമി കേരോപത്രോസ് എന്ന് വിശേഷിപ്പിച്ച സമ്പൽ സമൃദ്ധിയുടെ വിളനിലമായ കേരളം. ക്രിസ്തുവിന് മുൻപ് തന്നെ ബാബിലോണിയൻസും അസൈറൻസും നമ്മളുമായി ട്രേഡ് ചെയ്തിരുന്നു. അറബികളും ചൈനക്കാരും നമ്മളുമായി ട്രേഡ് ചെയ്തിരുന്ന ആളുകളാണ്. ഒരു കോസ്മോപൊളിറ്റൻ രാജ്യമായിരുന്നു കേരളം അന്ന്. ഏത് രാജ്യത്തിൽ നിന്നുള്ളവരെയും ഏത് മതത്തിൽ നിന്നുള്ളവരെയും നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരുന്നു. AD 70 ജെറുസലേമിൽ നിന്നും പലായനം ചെയ്ത ജൂതന്മാർക്ക് അഭയം കൊടുത്ത കേരളം. ഇവിടെ ഇസ്ലാം മതം ഒരിക്കലും ഒരു ഫോഴ്സ്ഫുള്ളി നടന്നിരുന്നൊരു കൺവേർഷൻ ആയിരുന്നില്ല. ബിസിനസ് ആവശ്യവുമായിട്ട് വന്ന അറബ്സുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത്ര കണ്ട് ആഴമേറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ സാമൂതിരിയുടെ ഉത്തരവിതായിരുന്നു, ഏതൊരു കുടുംബത്തിലും ഏതൊരു മുക്കുവ കുടുംബത്തിലും ഒരു മകനെ മുസ്ലിം മതാനുഷ്ഠാന പ്രകാരം വളർത്തണം. അവരെ കച്ചവടം പഠിപ്പിക്കണം. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അവരാണ് അറേബ്യയിൽ പോയിരുന്നത്. യൂറോപ്യൻസിന് അന്നൊക്കെ ഇന്ത്യയുമായി അല്ലെങ്കിൽ ഏഷ്യയുമായി ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരുന്നില്ല. കാരണം ട്രേഡ് കൺട്രോൾ ചെയ്തിരുന്നത് അറബ്സ് ആയിരുന്നു. അതിനുശേഷം ഗ്രീക്സും റോമൻസും ഒക്കെ ആധിപത്യത്തിൽ വന്നപ്പോഴാണ് ഇന്ത്യയിൽ നിന്നും ഏഷ്യയുടെ മറ്റു ഭാഗത്തിൽ നിന്നുമുള്ള സ്പൈസസ് എല്ലാം യൂറോപ്യൻസിന് കിട്ടി തുടങ്ങിയത്.